പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് ലോകത്തുള്ളതാകുന്ന സർവ്വ അമ്പിയാക്കളുടെ ആത്മാക്കളെയും നിർത്തിക്കൊണ്ട് അല്ലാഹു അവരോടായി കരാറ് ചെയ്യുകയാണ്. 1,23,999 അമ്പിയാ മുർസലീങ്ങളെ നിർത്തിക്കൊണ്ട് അല്ലാഹു കരാറ് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂലാകുന്ന മുത്തുനബി ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും നിർത്തി കരാറ് ചെയ്യുകയാണ്. ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرن. അല്ലയോ പ്രവാചകന്മാരായി നിയമിക്കാൻ പോകുന്ന വ്യക്തിത്വങ്ങളെ, പ്രവാചകന്മാരാക്കാൻ പോകുന്നവരെ, ഈ 1,23,999 അമ്പിയാ മുർസലീങ്ങളെയും വിളിച്ചു ചേർത്ത യോഗത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാം ഇസ്ലാമികമാകുന്ന പ്രബോധന മേഖലകളിലേക്ക് ഓരോ തട്ടകം ഞാൻ നൽകുകയാണ്, ഓരോ ഗോത്രങ്ങൾ നിർണയിക്കുകയാണ്, ഓരോ പ്രദേശങ്ങൾ നൽകുകയാണ്. വഇലാ ആദിൻ അഖാഹും ഹൂദാ വഇലാ സമൂദ അഖാഹും സാലിഹാ വഇലാ മദിയന അഖാഹും ശുഐബാ ഇദ്ഹബ ഇലാ ഫിർഔൻ ഇന്നഹു തഗാ ഇന്നാ അർസൽനാ നൂഹാ ഇലാ ഖൗമിഹി. ഓരോ പ്രവാചകന്മാർക്കും ഓരോ തട്ടകം അല്ലാഹു കൊടുക്കുകയാണ്. ആദ്യമായി ശരീഅത്തുമായി കടന്നു വന്നതായ നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിക്കുകയാണ്. ഇലാ ഖൗമിഹി, അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക്, കേവലം ഒരു സമൂഹത്തിലേക്ക് മാത്രമായി, ഒരു ഖൗമിലേക്ക് മാത്രമായി, നിങ്ങളുടെ പ്രബോധിത മേഖലകളിലേക്ക് നിങ്ങൾ പോകണേ. വഇലാ ആദിൻ അഖാഹും ഹൂദാ, അതെന്ന ചെറിയ ഒരു ഗോത്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൂദെന്ന പ്രവാചകനെ അയക്കുകയാണ്. വഇലാ സമൂദ അഖാഹും സാലിഹാ, സമൂദ് എന്ന ഒരു ഭീകരമായ 5000-ഓളം വരുന്ന ഒരു വലിയ ഗോത്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് എന്ന പ്രവാചകനെ അയക്കുകയാണ്. വഇലാ മദിയന അഖാഹും ശുഐബാ, ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചതോ മദിയൻ എന്ന ഒരു ചെറിയ നാട്ടിലേക്ക് മാത്രമാണ്. ഇദ്ഹബ ഇലാ ഫിർഔൻ ഇന്നഹു തഗാ, അല്ലയോ ശുഐബ് നബിയുടെ മരുമകനായ മൂസായെ, നിന്നെ നാം അയക്കുന്നത് ഇസ്രായേലി ജനതയിൽപ്പെട്ടതായ ഫിർഔനിലേക്കാണ്, റംസീസ് രണ്ടാമനിലേക്കാണ്. കേവലം റംസീസ് രണ്ടാമൻ എന്ന വ്യക്തിയിലേക്ക് മാത്രമായി പ്രബോധകനായി അല്ലാഹു അയക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബിയെ അയക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈസാ നബിയെ അല്ലാഹു അയച്ചതോ ഇൻ ഹുവ ഇല്ലാ അൻഅംനാ അലൈഹി വജാവസ്നാഹു മസലൽ ലിബനി ഇസ്രായീൽ, ഇസ്രായേലി ജനതയെ മാത്രം നന്നാക്കിയാൽ മതി ഈസാ. അതിനുവേണ്ടി ഈസാ നബിയെ ഇസ്രായേലി ജനതയിലേക്ക് മാത്രമായി അല്ലാഹു നിയോഗിക്കുകയാണ്. ഒന്നെങ്കിൽ ഒരു ഗോത്രം, അല്ലെങ്കിൽ ഒരു പട്ടണം മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല 1,23,000-ഓളം വരുന്നതായ പ്രവാചകന്മാരുടെ തട്ടകം അല്ലാഹു വിശദീകരിക്കുകയാണ്. എന്നാൽ ആ പ്രവാചകന്മാരോട് അല്ലാഹു യോഗം ചേർത്തിട്ട് ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ലമ്മാ ആതൈതുകും മിൻ കിതാബിൻ വഹികമ ഫമ്മ ജാഅകും റസൂൽ. നിങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ഹബീബ് കടന്നു വന്നാൽ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ചതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന മദീനയിലെ രാജകുമാര പ്രബോധന മേഖലയിലേക്ക്, ലോകത്തിന്റെ നെറുകയിലേക്ക് കടന്നു വന്നാൽ അതേ റസൂലുള്ളാഹിയെ അയച്ചിട്ടുള്ളത് ലോകരിലേക്കാണ്. അല്ലാഹുവിന്റെ റസൂലല്ലാത്ത
ബാക്കിയുള്ള 1,23,999 അംബിയാ മുർസലീങ്ങളെയും അല്ലാഹു നിയോഗിച്ചത് ഒന്നെങ്കിൽ ഒരു ചെറിയ ഗോത്രം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ പട്ടണം മാത്രമാണ്. ഹബീബായ നബി തങ്ങളെ അയച്ചതോ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും ദർശകനാണ്, ലോകർക്ക് മുഴുവനും പ്രബോധകനാണ് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ പ്രവാചകനെ കടന്നു വന്നാൽ, മുഹമ്മദ് റസൂലുള്ളാഹി കടന്നു വന്നാൽ പിന്നെ നിങ്ങൾ പ്രബോധനം നിർത്തിക്കോണം. ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന. ആ മുത്തുനബിയെ കൊണ്ട് വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് ദീനി പ്രബോധന മേഖലകളിൽ അദ്ദേഹത്തിന്റെ സഹായികളായി നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യണേ എന്ന് അല്ലാഹു കരാറ് നടത്തിയത് ആ ലോകത്ത് വച്ചാണ്. ഏത് ലോകം? ആലമുൽ അർവാഹ്. അപ്പൊ അങ്ങനെ ഒരു ലോകം ഉണ്ടായിരുന്നു എന്നുള്ളത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുകയാണ്. അവിടെ വെച്ച് ലോകത്തുള്ള എല്ലാ ആളുകളും, എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും ആത്മാവ് അള്ളാഹു ചോദിച്ചു, ഞാനല്ലേ നിങ്ങളുടെ രക്ഷിതാവ്? അതേ എന്ന് സമ്മതിച്ചു നമ്മളെല്ലാവരും. അംബിയാ മുർസലീങ്ങൾ മുത്തുനബി ഒഴിച്ചുള്ള ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും 1,23,999 അംബിയാ മുർസലീങ്ങളെയും നിരത്തി നിർത്തിയിട്ട് അവരോടായി അള്ളാഹു കൽപ്പിച്ചു, എന്റെ ഹബീബാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എങ്കിൽ ഏത് ഗോത്രത്തിലാണോ ഏത് പ്രദേശത്താണോ പരിപാടി നിർത്തിക്കോണം. കാരണം എന്തുകൊണ്ട്? എന്റെ ഹബീബാണ് പിന്നീട് അങ്ങോട്ട് ലോകർക്ക് മുഴുവനും ദർശകനുള്ളത്. അവിടെ നിർത്തിയിട്ട് ആ മുത്തുനബിയെ സഹായിച്ച് വിശ്വസിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്ന് എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു കൽപ്പിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തിനാ ഇത് ഞാൻ പറഞ്ഞത്? അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആൻ ഓതി ഓർമ്മപ്പെടുത്തുക. അങ്ങനെ ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു വിഷയം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കാണും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ബാക്കിയുള്ളതാകുന്ന എല്ലാ അംബിയാ മുർസലീങ്ങളെയും അല്ലാഹു ഒന്നെങ്കിൽ ഒരു ഗോത്രം അല്ലെ ചെറിയൊരു പട്ടണം അങ്ങനെ അയച്ചിട്ടുണ്ട്. ഞാനത് പറഞ്ഞതൊക്കെ മണലാരണ്യത്തിലെ പ്രവാചകൻ എന്ന് പറഞ്ഞ അഴീക്കോട് ജെട്ടിയിൽ പറഞ്ഞൊരു പ്രഭാഷണം, കഴിഞ്ഞ ന്യൂ ഇയർ പ്രഭാഷണത്തിന് പറഞ്ഞത് യൂട്യൂബിലുണ്ടാവും, നിങ്ങളത് കേൾക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തിരിച്ചു വരാം. അപ്പോൾ 1,23,999 അംബിയാ മുർസലീങ്ങളോടും അള്ളാഹു അടച്ച് കൽപ്പിച്ചു, എന്റെ ഹബീബ് വന്നാൽ ആ ഹബീബിന്റെ പിന്നിൽ നിങ്ങൾ അണിനിരക്കണേ. എവിടെ വെച്ചാണ് ഇത് ആജ്ഞാപിച്ചത്? ആലമുൽ അർവാഹിൽ വെച്ചാണ്, ആത്മാക്കളുടെ ലോകത്ത് വെച്ചാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് എന്റെ മുൻകാല ജീവിതം പോലെ. അത് ശരിയാണ്, ഒരു ജീവിതം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഖുർആൻ ഉറപ്പിക്കുകയാണ്. ഖുർആൻ അത് രൂഢമൂലക്കാണ്, മനസ്സിൽ ഉറപ്പിച്ചോ. ശരിയാണ് പറഞ്ഞത്. റസൂലുള്ളാഹി ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഹദീസുണ്ട്, എത്രയോ ഡസൻ കണക്കിന് ഹദീസ്. നമുക്ക് സമയമില്ല, ഘട്ടങ്ങൾ 5 പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. അതിനാണ് قال رسول الله صلى الله عليه وسلم الأرواح جنود مجندة فما تعارف منها يأتلفا وما تناكر منها يختلفا. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആത്മാക്കൾ വ്യത്യസ്തമാണ്, രൂപമാണ്, ഭാവമാണ്, വിഭിന്നമാണ് സ്വഭാവ. ഫമാ തആറഫ മിൻഹാ യഅ്തലഫാ. ആത്മാക്കളുടെ ലോകമാകുന്ന ഒന്നാം ഘട്ട ജീവിതത്തിൽ പരസ്പരം കണ്ടുമുട്ടിയവർ അവിടെ വെച്ചുകൊണ്ട് സംവദിച്ചതായ ആത്മാക്കൾ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. വമാ തനാകറ മിൻഹാ യഖ്തലഫാ. ഒന്നാം ഘട്ട ജീവിതത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടാത്ത ആത്മാക്കളുണ്ടോ ഈ ദുനിയാവിൽ കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ അവിടെ വെച്ച് കണ്ടുമുട്ടിയവരെ ഈ ദുനിയാവിൽ വെച്ച് കണ്ടുമുട്ടും.
അവിടെ വെച്ച് കണ്ടുമുട്ടാത്തവർ ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകമാകുന്ന ആ ലോകത്ത് വെച്ച് കണ്ടുമുട്ടാത്തവർ ഈ ദുനിയാവിൽ വെച്ച് ഒരിക്കലും കണ്ടുമുട്ടൂല എന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്തിനാണ് നബിതങ്ങൾ ഇത് പറയുന്നത്? അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് ഉറപ്പിക്കാനാണ്. അല്ലെ തന്നെ ഖുർആനും ഹദീസ് ഒരു വിഷയം പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ സംശയിക്കാൻ പാടില്ല. അള്ളാഹും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ അത് മനസ്സിൽ ഉറപ്പിക്കണം, ആശങ്ക വെക്കാൻ പാടില്ല. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ, എനിക്ക് ഇങ്ങനെ ഒരു ലോകം ഉണ്ടായിരുന്നു, എൻ്റെ ആത്മാവ് ഇങ്ങനെ ഉണ്ടായിരുന്നു, ആയിരക്കൊല്ലക്കണക്കിന് വർഷം അവിടെ ജീവിച്ചിട്ടുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെയൊക്കെ ആത്മാക്കൾ എത്ര കൊല്ലം അവിടെ ജീവിച്ചു? 1000 കൊല്ലക്കണക്കിന് വർഷം ജീവിച്ചു എന്ന് ഹബീബ് റസൂലുള്ളാഹി. ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത്. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കണം. അപ്പോഴല്ലേ മുത്തഖി, അപ്പോഴല്ലേ മുഅ്മിൻ. സൂറത്തുൽ ബഖറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون الذين يؤمنون بالغيب. അദൃശ്യ ലോകത്തെ കൊണ്ട് വിശ്വസിക്കുന്നവൻ അവനാണ് മുത്തഖി, അവനാണ് യഥാർത്ഥ മുഅ്മിൻ. അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് വിശ്വസിച്ചേ പറ്റൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറപ്പിച്ചില്ല, 1-ാം ഘട്ട ജീവിതം ഉണ്ടെന്നുള്ളത് ഉറപ്പിച്ചോ? ഖുർആനും ഹദീസും പറഞ്ഞതാ. ഇതിന് അതിനെ സംശയം വെക്കണ്ട. ഇനി അങ്ങനെ ഉണ്ടോ എന്ന് ആയത്തും ഹദീസും ഒന്നും നടക്കണ്ട. ഇതിലാരും അവിശ്വസിക്കൂല. എല്ലാ ബിദ്അത്തുകാരും എല്ലാ ഈ വിഷയത്തിൽ ഐക്യമാണ്. അള്ളാഹു നമ്മളെ ഐക്യപ്പെടുത്തുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, ഇനിയിപ്പം നമ്മൾ നിലകൊള്ളുന്ന ലോകം മനുഷ്യന്റെ ജീവിതഘട്ടങ്ങളിൽ 2-ാമത്തെ ഘട്ടമാണിതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതേതാണ്? ഇത് ആലമുദ്ദുന്യയാണ്. ഇത് ഭൗതികമായ ലോകമാണ്, ഇത് ഇഹലോകമാണ്. ഇവിടെ നിന്റെ ആയുസ് റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞതാണ്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി എന്റെ ഉമ്മത്തെന്ന് എടുത്തു പറഞ്ഞു. അതിൽ തന്നെ മനസ്സിലായി റസൂലുള്ളാഹിന്റെ ഉമ്മത്തല്ലാത്ത മിക്ക ഉമ്മത്തുകൾക്കും ആയുസ് വളരെ ദൈർഘ്യതയുണ്ടായിരുന്നു. 4000 വർഷം 3000 വർഷമൊക്കെ ജീവിച്ചു തീർത്ത ആളുകൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ കുറഞ്ഞ ആയുസേ നമുക്ക് ഈ ലോകത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ ചുരുങ്ങിയ ആയുസേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തീരെയാണ് ഈ ലോകത്തുനിന്ന് യാത്ര പോവാൻ മരണത്തോടുകൂടി പിന്നെ നമ്മൾ എത്തുന്നത് 3-ാം ഘട്ട ജീവിതമാണ്. ആലമുൽ ബർസഖാണത്. ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ജീവിതമാണ്. 2-ാം ഘട്ട ജീവിതത്തിന്റെയും 4-ാം ഘട്ട ജീവിതത്തിന്റെയും ഇടയിലുള്ള ഒരു മറയുടെ ലോകം, അതാണ് ഖബർ. ബർസഖ് മറയുടെ ലോകമാണ്. എന്താണ് അതിനുള്ളിൽ നടക്കുന്നത്? അതൊരു ലോകമായിട്ടാണ് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയത്. എന്തുകൊണ്ട്? ആദം നബി അലൈഹിസ്സലാം മുതൽ ഖബറിൽ കിടക്കുന്ന എത്ര ആളുകളാണ് വർഷങ്ങളായി ഖബറിൽ കിടക്കാൻ. 4-ാമത്തെ ഒരു ഘട്ടത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കാൻ കാത്തിരിക്കുക. ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും മരിച്ചതിന് ശേഷമേ 4-ാമത്തെ ഘട്ടം ഉണ്ടാവുകയുള്ളൂ. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 3-ാമത്തെ ഊത്ത് വരുമ്പോഴാണ് 4-ാമത്തെ ഘട്ടത്തിലേക്കുള്ള കടന്നുപോക്ക്. അതുവരെ അവരിങ്ങനെ ഖബറിൽ കിടക്കാണ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അത്ത അമ്മ കുടുംബാദികൾ പലരുമൊക്കെ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവരൊക്കെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. സ്വർഗീയ വിരിപ്പ് അല്ലാഹു ഖബറിൽ വിരിച്ചു കൊടുക്കുമാറാവട്ടെ. قال رسول الله صلى الله عليه وسلم നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫളഅ മിൻഹു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം, ഏറ്റവും ഭയാനകമായ രംഗം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ രംഗം ഖബറാണ്. ആരാണ് പറയുന്നത് സഹോദരാ?
ഇസ്രാ മിഅ്റാജ് രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇതാ സ്വർഗ്ഗ നരകങ്ങൾ കണ്ട പ്രവാചകരല്ലയോ, ആ നരകത്തിന്റെ യാതനകൾ കൺമുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവ വികാസങ്ങൾ ജിബ്രീൽ എന്ന മലക്ക് മുഖേന വ്യക്തമായി നേർക്കാഴ്ചയായി പ്രവാചകന് നൽകുകയാണ്. റസൂലുള്ളാഹി എന്നിട്ടും പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ് സാബാ. അതുകൊണ്ടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുകയാണ്, ഖബർ എന്ന് കേൾക്കുമ്പോൾ വിലപിക്കുകയാണ്. നമുക്കിന്ന് കരച്ചിലുണ്ടോ? മാതാപിതാക്കൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ പോലും സെൽഫി എടുക്കുന്ന യുഗത്തിലേക്ക് സമൂഹം മാറിപ്പോയില്ലയോ? അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിക്കുന്നതിനപ്പുറം ഖബറടക്കിക്കൊണ്ടിരിക്കുന്ന സീനുകൾ പോലും യൂട്യൂബിൽ ലൈവ് ചെയ്യുന്ന തരത്തിലേക്ക് ഇന്നത്തെ മുസ്ലിം സഹോദരങ്ങൾ മാറിപ്പോയില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബർ ഭയങ്കരമാണ്, ഭീകരമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് കേട്ടുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. വയുബ്കീക യാ ഉസ്മാനേ, എന്താണ് ഇത്രത്തോളം കരയാൻ മാത്രം? ഖബർ എന്ന് കേൾക്കുമ്പോൾ വിലപിക്കുന്നത് എന്താണ്? ഖബർ കാണുമ്പോൾ ഇത്രത്തോളം പൊട്ടിക്കരയുന്നത് എന്താണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ കുന്തു ഫിൽ മഹ്ശരി കുന്തു മഅന്നാസ്. എന്നെ കൊണ്ടുപോയി വിചാരണയ്ക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി നിർത്തിയാലും കുന്തു മഅന്നാസ്, അവിടെ ഞാൻ ജനങ്ങളോടൊപ്പമാണ്. ഈ ദുനിയാവിൽ നമസ്കരിച്ചവരുണ്ട്, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുത്തവരുണ്ട്, ഈ ദുനിയാവിൽ നോമ്പ് നോറ്റവരുണ്ട്, ഈ ദുനിയാവിൽ ഹജ്ജ് ചെയ്തവരുണ്ട്, ഈ ദുനിയാവിൽ ഉംറ നിർവഹിച്ചവരുണ്ട്, ഈ ദുനിയാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പിയവരുണ്ട്, ഈ ദുനിയാവിൽ നിരാലംബര കവലമമായവരുണ്ട്, ഈ ദുനിയാവിൽ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ട സഹോദര സഹോദരിമാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കോടിക്കണക്കിന് സലാത്തിന് നേതൃത്വം കൊടുത്ത അജ്വയുടെ പ്രവർത്തകരുണ്ട്, ഈ ദുനിയാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പിയ ആളുകളുണ്ട്, നിരാലംബര കവലമമായ ആളുകളുണ്ട്, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്ത ആളുകളുണ്ട്. ഈ ദുനിയാവിൽ എത്രത്തോളം നന്മകൾ ചെയ്യാൻ പറ്റുമോ ആ നന്മകൾ മുഴുവനും സാംശീകരിച്ചതായ ആളുകളെയെല്ലാം കൊണ്ടുവരുന്ന സ്ഥലമല്ലയോ മഹ്ശറ. അവിടെ നന്മ ചെയ്തവരുമുണ്ട്, അവിടെ തിന്മ ചെയ്തവരുമുണ്ട്. മഹ്ശറയിൽ ഞാൻ ഒറ്റക്കല്ല. കുന്തു മഅന്നാസ്, വിചാരണ ഞാൻ നേരിടേണ്ടി വരിക, എന്റെ കൂടെ ആളുകളുണ്ട്. വൈദാ കുന്തു ഫിന്നാർ, മൂന്നാം ഖലീഫയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് മക്കളെ വിവാഹം ചെയ്തതായ ദിന്നൂറൈനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ഖബർ കേൾക്കുമ്പോൾ കരച്ചിൽ വരാനുള്ള കാരണം നരകത്തിലേക്ക് അല്ലാഹു എന്നെ വലിച്ചെറിഞ്ഞാലും കുന്തു മഅന്നാസ്, അവിടെയും എൻ്റെ കൂടെ ആളുകളുണ്ട്. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവരുണ്ട്, ഈ ദുനിയാവിൽ വിചരിച്ചവരുണ്ട്, ഈ ദുനിയാവിൽ കഞ്ചാവിനടിമപ്പെട്ട ചെറുപ്പക്കാരുണ്ട്, ലഹരിക്കടിമപ്പെട്ട സഹോദരിമാരുണ്ട്, മാതാപിതാക്കൾ മറന്നുകൊണ്ട് കാമകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടക്കുന്ന സഹോദരിമാരുണ്ട്, യുവതികളുണ്ട്, 40-കാരികളാകുന്ന സഹോദരിമാര് സ്വന്തം മക്കളെ മറന്നുകൊണ്ട് അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുമായി ഒളിച്ചോടിപ്പോകുന്നതായ സഹോദരിമാരുണ്ട്. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണുമായി ചങ്ങാത്തം പുൽകിക്കൊണ്ട് അവളുമായി ശരീരം ഇഴുകിച്ചേരുന്നതായ ഒരു മടിയില്ലാത്ത, ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത ചെറുപ്പക്കാര് കടന്നു വരുന്ന സ്ഥലമാണ് നരകമെന്ന് പറയുന്നത്, കത്തിച്ചൊലിക്കുന്ന നരകമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നരകത്തിൽ ഒറ്റക്കല്ല. ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞില്ലയോ, ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, ലോകത്തുള്ളതാകുന്ന മനുഷ്യജിന്ന് വർഗത്തെ കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുന്നതാണ്, തീർച്ചയായും നിറയ്ക്കുന്നതാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയതാണ്, അല്ലാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ഉസ്മാനിനെ അല്ലാഹുവിന്റെ അലങ്കരീയമായ വിധി പ്രകാരം കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് എറിയപ്പെട്ടാലും കുന്തു മഅന്നാസ്, അവിടെയും എൻ്റെ കൂടെ ആളുകളുണ്ട്. ഈ ദുനിയാവിൽ തിന്മ ചെയ്തവളുണ്ട്, മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിട്ടതായ മക്കളില്ലയോ, മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞതായ രക്ഷിതാക്കളില്ലയോ, മക്കൾക്ക് ദീൻ കൊടുക്കാതെ
കൊടുക്കാത്തതായ മാതാപിതാക്കളില്ലയോ? ദീൻ കൊടുത്തിട്ട് പോലും മക്കളെ മറക്കുന്നതായ മക്കളില്ലയോ? മാതാപിതാക്കളെ മറക്കുന്നവരില്ലയോ? ഒളിച്ചോടി പോകാൻ വെമ്പലോടുകൂടി നിൽക്കുന്ന 18-ന്റെയും 20-ന്റെയും നിറകുടങ്ങളായ യുവതികളില്ലയോ? ഇവരെല്ലാവരും എന്റെ കൂടെ ഉണ്ടാകും. ചുരുക്കത്തിൽ ഞാൻ മഹ്ശറയിൽ ഒറ്റയ്ക്കല്ല, നരകത്തിലും ഒറ്റയ്ക്കല്ല. എന്റെ കൂടെ ആളുകളുണ്ട്. വലാകിൻ ഇദാ കുന്തു ഫിൽ ഖബരി ലം യകുൻ മഈ അഹദ്. ഞാൻ ആറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഈ ഭൂമുഖത്ത് നിന്നിന്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരാളും എന്നോടൊപ്പമില്ല, ഒരാൾ പോലും തുണയില്ല. എനിക്ക് ദുനിയാവിൽ കള്ള് വാങ്ങിച്ചു തന്നവൻ, ദുനിയാവിൽ എന്നെ വിചാരശാലയിലേക്ക് കൊണ്ടുപോയവൻ ബാംഗ്ലൂരിലുണ്ടടാ, എറണാകുളത്തുണ്ടടാ, തിരുവനന്തപുരത്തുണ്ടടാ, ഡൽഹിയിലുണ്ടടാ എന്ന് പറഞ്ഞ് റെഡ് സീറ്റുകളെ പരിചയപ്പെടുത്തിയതായ വാക്കളില്ലയോ? ഒരാള് പോലും എനിക്ക് തുണയില്ല. ഖബറിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഖബറിൽ ഞാൻ ഭീതിതനാണ്, ഖബറിൽ എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ടാണ് ഖബർ കേൾക്കുമ്പോൾ കരയുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ചിന്തിച്ചിട്ടുണ്ടോ സഹോദര? കാലാമ്പൂരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് സഹോദരിമാരെ, ചിന്തിച്ചിട്ടുണ്ടോ ഖബറിനെ കുറിച്ച്? അടുത്ത സെക്കൻഡിൽ പോകേണ്ടതാണ്. നിന്റെ ഭാര്യ വരൂല, നിന്റെ ഭർത്താവ് വരൂല, നിന്റെ കൂട്ടുകാരനില്ല, നിന്റെ സഹോദരനില്ല, നിന്റെ അയൽവാസികളില്ല, നിന്റെ ബന്ധുമിത്രാദികളില്ല. നീ ചൊല്ലിയതായ സ്വലാത്തല്ലാതെ, നീ നമസ്കരിച്ച നമസ്കാരമല്ലാതെ, നീ ചൊല്ലിത്തീർത്തിയതാകുന്ന ദിക്റുകളല്ലാതെ, നീ പാവങ്ങളുടെ കണ്ണീരൊപ്പിയതല്ലാതെ, നീ നിരാലംബര കവലംബമായതല്ലാതെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തതല്ലാതെ, പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പിയതല്ലാതെ, വിധവകൾ കത്താടിയായി വർത്തിച്ചതല്ലാതെ, നിന്റെ ജീവിതത്തിൽ അജ്വാ പ്രവർത്തകരോടൊപ്പം നെഞ്ചൂക്കോട് ചേർന്നുകൊണ്ട് നീ ചൊല്ലിയതാകുന്ന സലാത്തുകളില്ലയോ? 313 വെച്ച് ചൊല്ലിക്കൊണ്ട് നീ ചൊല്ലി ബുക്കിലേക്ക് രേഖപ്പെടുത്തിയതായ നിന്റെ ലക്ഷക്കണക്കിന് സലാത്തില്ലയോ? അതല്ലാതെ ഒന്നും നിനക്ക് ഖബറിൽ തുണയില്ല. ഇന്നലെ വരെ ഭർത്താവിനോടൊപ്പം ചുംബം കൊടുത്തുകൊണ്ട് കടന്നതായ സോദരിയല്ലയോ? ഇന്നലെ വരെ ഭാര്യയോടൊപ്പം ഒട്ടിക്കടന്നതായ ചെറുപ്പക്കാരനല്ലയോ? ഇന്നിതാ ഖബറിൽ വന്ന് കിടക്കുകയാണ്. പുഴുക്കളാണ്, മണ്ണാണ്. നിന്നെ ഇതാ തിന്നാൻ പോകുന്നത്. 3 ദിവസങ്ങൾക്ക് ശേഷം നിന്റെ ജീവിതം വല്ലാത്തതാണ്. ഇന്ന് മുതൽ നീ പ്രയാസമാണ്. ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഇതിന്റെ ഞെരുക്കത്തിൽ നിന്ന്, ഇതിന്റെ അദാബിൽ നിന്ന്, ഇതിന്റെ മുങ്കർ നക്കീറിന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ കഫംപുടയിലേക്ക് ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് നീ നന്മകളാണ് രേഖപ്പെടുത്തിയതെങ്കിൽ നിന്റെ നമസ്കാരം എഴുതിയക്കത്തിൽ നിന്ന്, അതിന്റെ അദാബിൽ നിന്ന്, അതിന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന്, മുങ്കർ നക്കീർ അലൈഹിസ്സലാമിന്റെ ഭീതിതമാകുന്ന ചോദ്യങ്ങളിൽ നിന്ന് റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നിന്നോട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് തിന്മകളാണ് കഫംപുടയിലേക്ക് എഴുതി വെച്ചതെങ്കിൽ, നീ കള്ളു കുടിച്ചത്, നീ വിചരിച്ചത്, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ ബാങ്കിന് ഉത്തരം കൊടുക്കാതെ കൂട്ടുകാരനുമായി സിനിമ കാണാൻ പോയത്, തിയേറ്ററിന്റെ മുന്നിൽ ക്യൂ നിന്നത്, ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിന്നത്, ഒളിച്ചും പാത്തിയും കഞ്ചാവടിച്ചും കറങ്ങി നടന്നത്, ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കൂട്ടുകാരികളുമായി കറങ്ങി നടന്നത്, ബീച്ച് റോഡുകൾ രാത്രിയുടെ സമയങ്ങളിൽ നീ സജീവമാക്കിയത്, എല്ലാം നിനക്ക് പ്രയാസമാണ്. ലാ ഇഖാലുക നാജിയാ, നിന്നെ കുറിച്ച് രക്ഷപ്പെട്ടവനാണെന്ന് പറയാൻ ഈ ഉസ്മാനിനെ കൊണ്ട് പറ്റൂല. ചൊല്ലിയ സ്വലാത്തുകൾ, ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകൾ, ഞങ്ങൾ ഓതി വീട്ടിയതായ ഖുർആനിക സൂക്തങ്ങൾ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്, കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആലമുൽ ഹശ്ർ ചെറുതല്ല. മഹ്ശറ എന്ന് പറയുന്നത് സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്ന ഘട്ടമാണ്. 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന ഘട്ടമാണ് മഹ്ശറ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചൂടത്ര കാഠിന്യമാണ്. പകലൊരു പരിപാടി ഇവിടെ നടത്തിയാൽ ഒരു മനുഷ്യനില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ചെറിയ രംഗമല്ല.
മാത്രമല്ല കത്തിച്ചൊലിക്കുന്ന സൂര്യനെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുന്ന സമയമാണ് മഹ്ശറ എന്ന ഹബീബായ റസൂലുള്ളാഹി. നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തും. നരകത്തെ മുന്നിൽ കൊണ്ടുവരും, എന്നിട്ട് വിചാരണ തുടങ്ങുള്ളൂ. മഹ്ശറയുടെ തുടക്കം തന്നെ നരകത്തെ മുന്നിൽ കൊണ്ടുവന്നിട്ടേ വിചാരണ തുടങ്ങുള്ളൂ. നഊദുബില്ലാ, പഠിച്ചു വെക്കേണ്ടതായ വചനങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ നരകത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ ചെറുതല്ലല്ലോ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഊഖിദന്നാറു അൽഫ സനാ ഹത്ത ഹമറത് ثم ഊഖിദ അൽഫ സനാ حتى بيضت ثم أوقد ألف سنة حتى سودت وهي سوداء مظلمة. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ 1000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു കത്തിച്ചുവത്രേ. ഹത്തഹ്മറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സാബ. നരകത്തെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, നരകത്തിന്റെ സൃഷ്ടിപ്പ് അല്ലാഹു സമൂഹത്തിന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉത്ബുദ്ധതയിലേക്ക്, കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട സമൂഹത്തിന് ഉത്ബുദ്ധതയിലേക്ക് റസൂലുള്ളാഹി കൊണ്ടുവരുകയാണ്. ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് നീ കഴിയരുത്. നിനക്കൊരു ലോകം വരാനുണ്ട്, അത് ഖബറാണ്. അത് കഴിഞ്ഞൊരു ലോകം വരാനുണ്ട്, അത് മഹ്ശറയാണ്. കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തുന്ന ലോകമാണ്. കത്തിയാളുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുന്ന ലോകമാണ്. ആ നരകത്തെ കുറിച്ച് റസൂലുള്ളാഹി വാചാലനാവുകയാണ്. പഠിച്ചു വെക്കണേ, കാലാമ്പൂർ ഒരുമിച്ച് കൂടിയ വാറ്റുഴിയിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഊഖിദന്നാറു അൽഫ സനാ, നരകത്തെ 1000 വർഷം രാവും പകലും നിരന്തരമായി അല്ലാഹു കത്തിക്കുകയാണ്. ഹത്തഹ്മറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സാബ, ചുവന്നു തൊടുത്തു സാബ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. 1000 കൊല്ലം രാവും പകലും നിരന്തരമായി കത്തിച്ച് ചുവന്നു തൊടുത്ത നരകത്തിന്റെ കത്തിക്കൽ അല്ലാഹു നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു കത്തിക്കുകയാണ്. ഹത്ത ബിയല്ലത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു പോയത്രേ. നിർത്തുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സാബ, വല്ലാത്ത രംഗമാണ് സാബ, വല്ലാത്ത ഭീതിതമാണ് സാബ. 1000 വർഷം നിരന്തരമായി കത്തിച്ച് ചുവന്നു തൊടുത്ത നരകം, വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ച് വെളുത്തു പോയ നരകം. ആ നരകത്തെ അല്ലാഹു കത്തിക്കൽ നിർത്തുന്നില്ല. രാവും പകലും നിരന്തരമായി കത്തിക്കുകയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കാൻ പറയുകയാണ്. 3000 വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു കത്തിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത് കറുത്തുപോയി സാബ, കറുത്തുപോയി സാബ. വഹിയ സൗദാഉൻ മുളിമാ, വല്ലാതെ കറുകറുത്തതായ ഇരുൾമുറ്റിയതായ നരകമായി മാറിയിരിക്കുകയാണ്. ആര് കണ്ടാലും പേടിക്കുന്ന കോലമാണ്, ആര് കണ്ടാലും ഭയക്കുന്ന കോലമാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ആ നരകത്തെ തൊട്ട് നീ കാവൽ തേടണേ. ജുമുഅ ദിവസം പള്ളിയിലേക്ക് പോകുന്ന സഹോദരാ, ആ പള്ളിയുടെ മിമ്പറിൽ നിന്ന് കേൾക്കുന്നില്ലയോ 3 പ്രാവശ്യം ഖതീബ് ഉസ്താദ് ആവർത്തിച്ച് ചോദിക്കുന്നത് ഒരേ ഒരു കാവൽ തേട്ടം മാത്രമാണ്. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുവേ പടച്ചറബേ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. കാരണം നരകം ഒരു ചെറിയ വിഷയമല്ല, നരകം ഒരു ഭീതിതമായ ലോകമാണ്.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ മനസ്സിലാക്കിയതുപോലെ രണ്ട് വിറകുകൊള്ളികളെ ചേർത്ത് വെച്ചുകൊണ്ട് കത്തിക്കുന്നതായി നരകത്തെ നീ കാണരുതേ, നരകത്തെ നീ മനസ്സിലാക്കരുതേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലിഹാ വലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലിഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. നഊദു ബില്ലാഹ് നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും മുറിച്ചെടുത്ത് അത് കഷ്ടമാക്കി അത് വിറകൊള്ളികളാക്കി അതൊരു മരുഭൂമിയിലിട്ടുകൊണ്ട് നീ കത്തിച്ചാലും ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികൾ, മൂവാറ്റുപുഴയിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, എറണാകുളം ജില്ലയിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല, ലോകത്തുള്ള ആമസോൺ കാടുകളടക്കമുള്ളതായ ഏതൊക്കെ മുഴുവൻ വൃക്ഷലതാദികളുണ്ടോ സസ്യലതാദികളുണ്ടോ അതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. ജഹന്നമിലേക്ക് ചേർത്ത് നോക്കിയിട്ട്, നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് ചെറുതാണ്, 100-ൽ 1 ഭാഗം മാത്രമാണ് നരകമെന്ന് നീ കരുതണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.